വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കർത്താവിൻ്റെ മാറി ചാരി എല്ലാവരും ജീവിക്കുക. കർത്താപ്പച്ചൻ എപ്പോഴും കൂടെ ഇരിക്കുന്നതാണ്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മുടെ കൂടെ ഇരിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നഹൂ. ഇതൊരു പ്രവാചകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഹൂമിൻ്റെ പുസ്തകം എഴുതിയ ആൾ തന്നെയാണ് നഹൂം പ്രവാചകന്. എന്നാൽ നഹൂം എന്ന പേരിനൊരു അർത്ഥമുണ്ട്. എന്താ? ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം യഹോവയുടെ വഴി, യഹോവയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുണ്ട്. കണ്ടോ? യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുണ്ട്, കൊടുങ്കാറ്റിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു നിനവയെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ച ആളായിരുന്നു ഈ നഹൂം പ്രവാചകന്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരും, കോട്ട കാത്തുകൊള്ളുക. ഇദ്ദേഹം പറയുന്ന വാക്കുകളായിരുന്നു. ഉണ്ടോ? യഹോവ നല്ലവനും എനിക്ക് കഷ്ടദിവസത്തിൽ ശരണവുമായിരിക്കുന്ന ആളാണ്. ആരെന്നാണ് പറയുന്നത്? നഹൂം പ്രവാചകൻ പറയുന്നത്, ദൈവം. അപ്പോൾ അതുകൊണ്ട് ആണ് രണ്ടാമത്തെ ആദ്യം സംഹാരകൻ നിനക്കെതിരെ കയറി വരും, കോട്ട കാത്തുകൊള്ളുക. അതിനുശേഷം പറയുന്നുണ്ട്, വഴി സൂക്ഷിച്ചു കൊള്ളുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. അദ്ദേഹം പറയുന്ന കാര്യമാണ്. ഉണ്ടോ? അതേപോലെ തന്നെ രക്തപാതങ്ങളുടെ പട്ടണത്തിൽ അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപകാരം നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേന് നിന്റെ കുലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു, നിന്റെ ജനം പർവ്വതങ്ങൾ ചിതറിയിരിക്കുന്നു, അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല, നിന്റെ കേടിന് ഉപശാന്തിയില്ല, നിന്റെ മുറിവ് വിഷമമാകുന്നു, നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവർ നിന്നെക്കുറിച്ച് കൈകൊട്ടും, ആരുടെ മേലാകുന്നു നീ ദുഷ്ടത ഇടപെടാതെ കവിഞ്ഞു വരാതിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ സിംഹങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ബാലസിംഹങ്ങൾ മേച്ചിൽപ്പുറം കണ്ടെത്തുന്നു. അതേപോലെ തന്നെ ബാലസിംഹങ്ങളും വാളിന് ഇരയായിത്തീരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയും, നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഇതൊക്കെ ഈ നിനവയെക്കുറിച്ചുള്ള ഒരു ദർശനം കിട്ടിയതിന് ശേഷം പറയുന്ന കാര്യങ്ങളാണ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രാവ് കുറുകി ഞരുങ്ങുന്ന പോലെ, അതായത് ഇന്നും എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ തടിച്ച് വിഷമിച്ച് കരയുന്നവരുണ്ട്. പ്രാവിനെ പോലെ കുറുകി ഞരങ്ങി പറയുന്നവരുണ്ട്. അതുപോലെ നിനവ ഒരു പുരാതനമേ ഒരു ജലാശയം പോലെ ആയിരിക്കുന്നു, അതേപോലെ തന്നെ ശൂന്യമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. അപ്പം ബാഷാൻ്റെ കാര്യം, ബാഷാനും കർമ്മേലും വളരുന്നു, അങ്ങനെ അതുപോലെ തന്നെ കുന്നുകൾ ഉരുകിപ്പോകുന്നു, അവൻ്റെ സന്നിധി ഭൂമി ഞെട്ടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ പറയുന്നുണ്ട്. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. എന്നിട്ടിതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്, യഹോവ നല്ലവനാണ്, കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഉണ്ടോ? അതാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. ഇതാണ്. അപ്പം നഹൂം പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പം ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാഗീതം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനാഗീതം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയുണ്ടായിരുന്ന ഒരു ആളാണ്. ഒരു ദേശത്തെക്കുറിച്ച് മുഴുവൻ ഒരു പ്രയാസം ഉണ്ടായിരുന്ന ആളാണ്. ഈ ഹബക്കൂക്ക്. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭവനത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മളായിരിക്കുന്ന ദേശത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊരു വിഷയം കിട്ടിയാൽ അത് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അതായത് സമാധാനമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട നമ്മൾ ഒരു രണ്ട് സമാധാന വാക്കുകൾ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെന്ത് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകൻ, ഈ പ്രവചനത്തിൽ ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ആശ്വസിപ്പിക്കുന്ന ആളായിരുന്നു. കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാൽ ഇതിൽ നിന്ന് ദൈവം വിടുവിക്കുന്നതിനാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. ഇത് അദ്ദേഹം പറയുന്ന കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അത്രയും ശക്തിയോടുകൂടിയാണ് പറയുന്നത്. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച്
ജീവിച്ച ആളാണ് ആര്? നഹൂം. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പേരും ഉണ്ടായിരുന്നു. നഹൂം ഒരു പ്രവാചകനായിരുന്നു, ആശ്വസിപ്പിക്കുന്നവൻ. ഒരു അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അപ്പൻ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പറയുന്ന പോലെ ഇവനിലൊരു ആശ്വാസം, അതാണ്. അപ്പോൾ ആ ആശ്വാസം ആരെ പകർന്നു കൊടുത്ത്? ദൈവമാണ് ഇവന് പകർന്നു കൊടുത്തത്. അപ്പോൾ കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്. ഇതെന്നെല്ലാം വിട്ടുവയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. എനിക്കൊരു പ്രയാസവുമില്ല, ഞാൻ എപ്പോഴും സമാധാനത്തോടെ ജീവിക്കുന്നു, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും പറയാൻ ഒന്നല്ലെങ്കിൽ വേറെന്തൊരു പ്രയാസം ഒരാളുടെ ജീവിതത്തിലുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ആ പ്രയാസങ്ങൾ പെട്ട് നമ്മൾ കുടുങ്ങി കിടക്കാതെ ഇരിക്കുന്ന വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. ഇതിനെ റിക്കവർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. പിന്നെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഭാരം വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താപ്പച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.